ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? വൈകുന്നേരത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചൂലും മുറൊക്കെ എടുത്ത് വീടിൻ്റെ ടെറസിൽ കയറിയതാണ് കേട്ടോ. നന്നായിട്ട് ചമ്മലയും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനിതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എന്തോ എൻ്റെ മടി അതിനങ്ങോട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ആ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിനിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പ്ലാവ് ഉണ്ട്. അതിൻ്റെ ഇല മുഴുവൻ ഈ ടെറസിൻ്റെ മുകൾക്കാണ് കേട്ടോ. അതാണ് ഇത്രയും ചമ്മല. അപ്പോൾ ഇക്ക എപ്പോഴും പറയും കേട്ടോ, ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് അടിച്ചു വാരിയാൽ മതി, എന്നാൽ പിന്നെ ഇത്ര കച്ചറയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എൻ്റെ മടി അതിന് സമ്മതിക്കുന്നില്ല എന്ന് മാത്രം കേട്ടോ. ഇക്ക പറഞ്ഞത് ശരിയാണ്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതിന് മാറ്റി വെച്ചാൽ നമുക്ക് ഇത്ര റിസ്ക് ഉണ്ടാവില്ല അല്ലേ? കാരണം ഇത്രയും ചമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് നല്ല മഴക്കാറൊക്കെ വരുന്നുണ്ട് കേട്ടോ. മഴക്കുള്ള കോളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ചിലപ്പോൾ മഴ പെയ്യുമ്പോൾ ഓവിൽ കുടുങ്ങാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം പോകാതൊക്കെ ആവും. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പെട്ടെന്ന് ചെയ്തത്. ഇപ്പോൾ ടൈം ഒരു 5 മണി 5:30 ആയിട്ടുണ്ട് കേട്ടോ. മക്കളൊക്കെ നല്ല ഉറക്കമാണ്. ഞാൻ എണീപ്പിക്കാതിരുന്നതാണ് കേട്ടോ. കാരണം ഞാൻ അടിച്ചു വരുമ്പോൾ അവർ ഈ സൈക്കിളും അതൊക്കെ ഓട്ടിയിട്ട് എനിക്ക് ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഞാനത് അവരെ എണീപ്പിക്കാതെ നിന്നതാണ്. നല്ല കാറ്റൊക്കെ അടിക്കണം, നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നന്നായിട്ട് പൊടി വാർന്നുണ്ട് കേട്ടോ. അതാണ് ഞാൻ മൂക്കൊക്കെ പൊത്തി പിടിച്ച് അടിച്ച് വാരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് അടിച്ച് വാരുന്നത് തോന്നുന്നുണ്ടാവില്ലേ? പക്ഷെ ഞാൻ ഫ്രണ്ട് ക്യാമറയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഞാൻ വലത്തെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ അടിച്ച് വാരുന്നത്. അങ്ങനത്തെ അടിച്ച് വാരലൊക്കെ ഏകദേശം ഇവിടെ ഒരു ഭാഗം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മരം കണ്ടോ, ഇത് പാലപ്പൂവിൻ്റെ മരമാണ് കേട്ടോ. ഇതിലെ പൂവ് ഞങ്ങളെ മുറ്റത്തേക്ക് എപ്പോഴും ചാടി അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ നിറച്ച് കായുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 2 വിധം കളറിലാണ്. ഒന്ന് ഒരു കാപ്പി കളറിലും പിന്നെ പച്ച, അങ്ങനെ 2 വിധം കളറിലാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേക്കും നിബു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മൂത്തച്ഛൻ്റെ മക്കളാണ് കേട്ടോ, അവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു ചാക്കിലേക്കാണ് കേട്ടോ അവിടുത്തെ ചമ്മലൊക്കെ ആക്കിയത്. കാരണം ഇതിപ്പോൾ നേരെ നമ്മൾ മുറ്റത്തേക്ക് അങ്ങോട്ട് ഇട്ടാൽ പിന്നെ എനിക്ക് 2-ാം പണിയാവും കേട്ടോ. അവിടെയും കൂടെ ഞാൻ അടിച്ചു വാരേണ്ടി വരും. ഇതാവുമ്പോൾ ചാക്കിലാക്കിയിട്ട് താഴത്ത് പോയി കത്തിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ചിമ്മിണിൻ്റെ മുകളിലത്തത് എൻ്റെ മൂത്തച്ഛൻ്റെ ഓന് അടിച്ച് വാരാമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ എന്തൊക്കെ ചെയ്യുമ്പോൾ അവനും കൂടെ സഹായിക്കും കേട്ടോ. അപ്പോൾ അവനത് അടിച്ച് വാരാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇക്ക കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിൻ്റെ മുകൾക്ക് കുറച്ച് ഒരു ചന്ദനത്തിൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൊമ്പും ചുള്ളിയൊക്കെ വീടുമ്മൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴൊക്കെ പാമ്പുക്കള സീസൺ ആണല്ലോ, അതുകൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇതെൻ്റെ മുന്തിരിവള്ളിയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ നനക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പറ്റ വാടിപ്പോയിട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഭയങ്കര മടിയാണ് ഈ ടെറസിൽ കയറാൻ തന്നെ. അതുകൊണ്ട് ഞാനങ്ങനെ നനക്കാറൊന്നുമില്ല, അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ ആകെ ഉള്ളത് ഈ ഒരു കറ്റാർവാഴയാണ് കേട്ടോ. ഇതിപ്പോൾ എന്നെ നനച്ചില്ലെങ്കിലും നനച്ചാലും ഞാൻ വളരും എന്ന് പറഞ്ഞ മട്ടിൽ അതങ്ങനെ വളർന്നു പോകുന്നുണ്ട് അതിൻ്റെ ഇഷ്ടത്തിന്. അപ്പോൾ ഇതിലൊക്കെ കുറേ ചീരയും അതുപോലെ മുളകും തൈയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ പോയതാണ്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം കൂടെ അടിച്ചു വരാനുണ്ട് കേട്ടോ. വിറക് വെക്കുന്ന ഭാഗമാണ്. ഇവിടെ കുറച്ച് ചപ്പും ചവറൊക്കെ എക്സ്ട്രാ ഉണ്ടായിരുന്നു. നമ്മൾ ഈ തേങ്ങ പൊളിക്കലൊക്കെ ഞാൻ ഇവിടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ തുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ടോ, ഞാൻ അപ്പുറത്ത് ചമ്മല വാരുന്നത് കണ്ടിട്ട് അബിക്കുട്ടനും കൂടെ അത് വാരി നോക്കുകയാണ് കേട്ടോ. അവന് പറ്റുന്നിടത്തോളം അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തു. ഞാൻ പറഞ്ഞില്ലേ, ഇത് സൈക്കിൾ ഓട്ടിയിട്ടും അങ്ങനെ കേൾക്കാറും ഞാൻ അടിച്ചു വാരുമ്പോൾ, അതാണ് ഞാൻ അവരെ വിളിക്കാഞ്ഞത്. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ചമ്മലൊക്കെ താഴത്ത് പോയി കത്തിക്കണം. എന്ത് ഭംഗിയല്ലേ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടാൽ. അങ്ങനെ ഞാൻ ആ ചമ്മലൊക്കെ എടുത്ത് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ ചമ്മലൊക്കെ കത്തിക്കാൻ നിൽക്കൽ. കണ്ടോ, അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ കത്തിച്ചോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഓക്കെ, ബായ്.